പൊന്നാനിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം KS ഹംസയാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. ഇടതുമുന്നണി KS ഹംസ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ മുൻ നേതാവാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുവന്നു. സമസ്തയിലെ ഈ ഒരു സമയങ്ങളിൽ രാഷ്ട്രീയമായ ഒരു നീക്കം, അതായത് നമുക്കറിയാം ഈ മലബാർ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ഈ കോഴിക്കോട് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലകൾക്ക് വലിയൊരു രാഷ്ട്രീയ നീക്കമൊക്കെ CPM തുടക്കത്തിൽ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നില്ല. അല്ലെങ്കിൽ ഒരു ഹംസയൊക്കെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്ന ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യമൊക്കെ ആയിരുന്നു അതിന് പിന്നിൽ. അങ്ങനെ ആ MP എന്ത് ചെയ്തു എന്നുള്ള പൊന്നാനി മണ്ഡലത്തിലെ ആ ഒരു സെഗ്മെന്റിലേക്ക് പോവാം. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയെന്ന് അവകാശപ്പെടുന്ന പൊന്നാനി കേരള രൂപീകരണത്തിന് ശേഷം 1962 EK ഇംച്ചിബാബയുടെ CPI പിടിച്ചെടുത്ത മണ്ഡലം. എന്നാൽ 1977 ശേഷം LDFന്റെ ഒരു പ്രതിനിധികൾക്കും പൊന്നാനിയിലെ ജനങ്ങൾ അവസരം നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. മുസ്ലിം ലീഗ് എംപിമാർ മാറി മാറി വന്നിട്ടും പൊന്നാനിയിൽ എന്തു ചെയ്തു എന്നുള്ള ചോദ്യമാണ് പൊതുജനം ചോദിക്കുന്നത്. നാൽപ്പത് 50 കൊല്ലങ്ങളായി UDF പറഞ്ഞ് ജയിക്കണം. ഈ സമയം വരെ പൊന്നാനിക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഈ ബിൽഡിങ്ങിന്റെ 2 ഓട് പോലും മാറി അവർ വെച്ചിട്ടില്ല. നിങ്ങൾ എവിടെ കാണിച്ചെന്നാണെങ്കിൽ ഞാൻ ചെലവിന് കയ്യാല എന്നെ കൊണ്ടുപോയി കാണിച്ചെന്നായി. പിന്നെ എങ്ങനെ അവർ ജയിക്കുമെന്ന് പറഞ്ഞാൽ കുറെ കൗമുകൾ വോട്ട് ചെയ്തിട്ട് ജയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത്രയും കാലമായിട്ട് മുസ്ലിം ലീഗിന്റെ തലസ്ഥാനമല്ല മലപ്പുറം. ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഒന്ന് പോയി നോക്കാണ്. പൊന്നാനും പോയി നോക്കാം, അവിടെയും പോയി നോക്കാം. ഇത്ര പേർക്ക് 5 മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും എല്ലാം ഉണ്ടായിട്ട് ഒരു KSRTC ബസ് സ്റ്റാൻഡ് മലപ്പുറം ജില്ലയിൽ നല്ലൊരു ബസ് സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്തവരാ. ഇവിടെ ജനങ്ങൾ മാറൂല. 10-40 വർഷമായിട്ട് UDF വെച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന പാർലമെന്റിൽ കാലങ്ങളായിട്ട് പാർലമെന്റിൽ ഭരിച്ചിരുന്നത് അവരെന്നാണ്. UDF 2 തവണ BJP തുടർ ഭരണത്തിൽ വന്നെത്തി. അപ്പൊ UDF എന്നാണ് ഇവിടെ പാർലമെന്റിന്റെ എല്ലാ പുരോഗമനവും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടതുപക്ഷം പാർലമെന്റിൽ കയറിയിട്ടില്ല. കയറിയ തവണ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഇതുവരെ പാർലമെന്റിൽ LDF ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാ പുരോഗമനം ഇതിനു മുമ്പുള്ളതല്ല UDF കൊടുത്തതല്ല. ഇനിയും ഇവിടെ ഈ മണ്ഡലം പൊന്നാനി മണ്ഡലം UDF എന്നാണ് രാജിവെച്ചത്. ഞാൻ എന്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങളല്ലാതെ മാറി മാറി വന്ന MPമാരൊന്നും തീരദേശ നിവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. കടൽ ഭിത്തി ഇപ്പൊ കെട്ടിക്കൊണ്ട് വരുന്നതൊക്കെ മോദി സർക്കാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ്. അതും ഇപ്പൊ CPM പറഞ്ഞെടുക്കണം. അവർ കൊണ്ടുവരാണ് എല്ലാ കാര്യങ്ങളും. ആർബാറില് വല നന്നാക്കാനുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കി. അതും മോദി സർക്കാർ കൊടുത്താണ്. അതും CPM ഉണ്ടാക്കിയതാണ്. CPM കൊടുത്താന്ന് പറഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പറഞ്ഞെടുക്കുന്നത്. അതും കൊടുത്തത് മോദി സർക്കാരാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മോദി സർക്കാർ കൊടുത്ത ഒരു കാര്യം ഇവിടെ പ്രാബല്യത്തിൽ പേരില്ല. പറഞ്ഞാൽ സ്വീകരിക്കാനും പറ്റിയ ഒരു സർക്കാർ അധികാരത്തിൽ വന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ടാണ് ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം സൗകര്യം ചെയ്തു തന്നത്. അതുകൂടാതെ എൻ്റെ പ്രദേശത്ത് 65 കൊല്ലമായി കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഇന്ന് വരെ മാറി മാറി ഭരിച്ച സർക്കാർ 2 സർക്കാർ ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. ഇടതിന്റെയും വലതിന്റെയും മാറി മാറിയുള്ള ഭരണത്തിൽ മടത്ത ജനങ്ങൾക്കും ചിലത് പറയാനുണ്ട്. നമുക്കറിയാം ഇവിടുത്തെ വികസനങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനങ്ങളാണ്. താനൂർ മണ്ഡലത്തിൽ എടുത്തു നോക്കിയാൽ, എസ്പെഷ്യലി താനൂർ മുനിസിപ്പാലിറ്റിയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ 2500ഓളം വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കൊടുത്തു. നിരവധി ഗ്യാസ് കണക്ഷന് കൊടുത്തു. അങ്ങനെ താനൂർ മുനിസിപ്പാലിറ്റിയുടെ വീടുകളുടെ കാര്യത്തിൽ ജനങ്ങള് അത്രയും സൗകര്യപ്രദമായ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതിയുടെ ഒരു ഗുണഫലം തന്നെയാണ്. നമ്മള് ഇപ്പൊ ആവാസ് യോജനയെ കുറിച്ച് പറഞ്ഞു. എന്റെ ഒരു 1ാം ഡിവിഷനിലുള്ള എന്റെ ഡിവിഷനിൽ തന്നെ 127 വീടുകളാണ് പ്രധാനമന്ത്രി ആവാസ് യോജനകളിൽ കൊടുത്തുള്ളത്. ഹാർബറിന്റെ കഥ ഞാൻ തീരദേശത്തുള്ള ആളാണ്. തീരദേശത്ത് 74% ഈ ഫണ്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഹാർബർ നിർമ്മിച്ചിട്ടുള്ളത്. പൊന്നാനി നിയോജക മണ്ഡലത്തിൽ ഇന്ന് വരെ ഇപ്പോൾ എന്റെ ഓർമ്മയിലുള്ള ഒരു സ്ഥാനാർത്ഥി എന്നാണ് ഞാൻ വനിതാ നേതാവായിട്ടുള്ളത്. ഇപ്പോൾ BJPന്റെ മാത്രമാണ്. വേറെ ഒരു മുസ്ലിം ലീഗിന്റെ ആയാലും ഉള്ളതൊന്നും എന്റെ ഓർമ്മയിൽ ഇപ്പോൾ ഇതുവരെയായിട്ടും വന്നില്ല.
കേന്ദ്രത്തില് ദേശീയ താല്പര്യമുള്ള ഒരു പാർട്ടിന്റെ ഭരണം വരണം എന്നാണ് നമ്മളെ അഭിപ്രായം ഉള്ളത്. അതിന് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഗ്രന്ഥൻ ഔഷധി. അത് താനൂർ മുനിസിപ്പാലിറ്റിയിൽ രണ്ടുണ്ട്. അത് പാവപ്പെട്ട സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് NDA സർക്കാരിന് വരണം എന്നാണ് ആഗ്രഹം. ഇവരെല്ലാരും വനിതാ സംവരണം എന്ന് പറഞ്ഞടക്കുന്നല്ലാതെ നോക്കൂ NDA ആണ് ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥി എടുത്തത്. അപ്പോൾ എന്തായാലും പൊന്നാനി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്നുള്ളത് ഒരു വനിതാ സ്ഥാനാർത്ഥി തന്നെയാണ്. എന്തായാലും അവരെന്നെ ജയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി പോരിനിറങ്ങുന്നത് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനും UDFന്റെ അബ്ദുസമദ് സമദാനിയും LDFന്റെ KS ഹംസയുമാണ്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ അടുത്തിരിക്കെ ഇനി തീരുമാനമെടുക്കേണ്ടത് പൊതുജനങ്ങളാണ്. പൊന്നാനിയിൽ നിന്നും കൃഷ്ണകുമാറിനും വിജീഷിനുമൊപ്പം വി സോണൽ കൃഷ്ണ, ജനം.